ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും അദ്ദേഹം ഭൂമി വാങ്ങി വീടിൻ്റെ പണി തുടങ്ങി. അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങി. അതിൽ നിന്ന് അദ്ദേഹത്തിന് പുരോഗമനം ഉണ്ടായി. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും അദ്ദേഹത്തിന് നല്ലൊരു സുഖവും സമാധാനവും വരാൻ തുടങ്ങി. അദ്ദേഹം ഇപ്പോഴും എന്നോട് വളരെയധികം നല്ല വിധത്തിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഈ കാര്യം ഞാൻ ഇവിടെ പറയേണ്ടി വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തോട് അദ്ദേഹം ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, എന്നോടൊരു വിഷമവും തോന്നരുത്. ഞാൻ നിങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാലോ ഞാൻ പറയുന്നത് സത്യം. അപ്പം ഞാനത് പേരൊന്നും പറയുന്നില്ല, ഞാൻ ഒരു അവസ്ഥ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ചില നെഗറ്റീവുകൾ നമുക്ക് വരാനുണ്ട്. ഈ നെഗറ്റീവ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ചില ആളുകൾ നമ്മുടെ പേരിൽ ചില നെഗറ്റീവുകൾ നമുക്ക് വേണ്ടി തന്നെ വിടുന്നതാണ്. അതിനുള്ള ശക്തിയും കഴിവുമുള്ള ആളുകൾ ഈ ദുനിയാവിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? നമ്മൾ വിചാരിക്കും എല്ലാവരും നിസാരക്കാരാണ്. കാണുന്ന ആളുടെ മേന്മ കണ്ടുകൊണ്ട് അയാളെ ഒരിക്കലും നിക്ഷേപിക്കരുത്. അയാളുടെ മഹിമ നിശ്ചയിക്കാൻ പാടില്ല. അദ്ദേഹം നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഒരു ഉടുവട വസ്ത്രം ഇല്ലാത്തവനായിരിക്കാം,